കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഒരാളെയും കാണിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കേണ്ട. അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി നമസ്കരിക്കുന്നവരാരാ? ഇബാദത്ത് ചെയ്യണവരാരാ? ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? ഖുശൂഅോടെ നിസ്കരിക്കുന്നവരാരാ? അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയും, ഇപ്പോൾ ഇവിടെ ഒരുപാട് വാപ്പമാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾ വെള്ളിയാഴ്ചയെങ്കിലും അള്ളാന്റെ പള്ളി പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയണം. വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ പോകുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയണം. അള്ളാഹുവേ, ഇനി എല്ലാ ദിവസവും പറയണില്ല, വെള്ളിയാഴ്ചയെങ്കിലും പോകാൻ കഴിയണം. വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ചില ആളുകളുണ്ട്, ഉസ്താദേ വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പറഞ്ഞല്ലോ, ഇനി നാളെ തന്നെ ചില ആളുകൾ വെള്ള വസ്ത്രമൊക്കെ ധരിക്കും. ഇവിടെ നെഞ്ചത്ത് മെസ്സിന്റെ പേരും പുറയിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരും. ഇതിട്ടിട്ട് പള്ളി പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പള്ളി പോകുമ്പോ വൃത്തിയും മാന്യമായ വസ്ത്രം ധരിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അകത്തിയിലെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ സ്നേഹം കൊണ്ട് ഞാൻ പറയാ, എല്ലാ ദിവസവും ചെയ്യാൻ പറയണില്ല, ആഴ്ചയിലും ചെയ്യാൻ പറയണില്ല. അള്ളാഹുവിനെ ഓർത്തിട്ട് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഉമ്മമാരെ നമ്മുടെ നിസ്കാര കുപ്പായം എന്റെ പ്രിയപ്പെട്ടവരെ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാൻ നമ്മുടെ ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായം കണ്ടു കഴിഞ്ഞാല് ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ, ഈ ചില ഉമ്മമാര് വുളുവെടുത്ത് നിസ്കാര കുപ്പായത്തിന്റെ ഈ കഫിന്റെ ഭാഗം ഈ കരിമ്പനടിച്ചിട്ടുണ്ടാവും. കറുത്ത കളർ വന്ന് കരിമ്പനടിച്ചിട്ടുണ്ടാവും. കരിമ്പനടിച്ച് മഞ്ഞ കളർ വന്ന് തുരുമ്പടിച്ച് ഓട്ട വീണിട്ടുണ്ടാവും. ചില ഉമ്മമാരിന് തുന്നാൻ സ്ഥലം ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് തുന്നാനായിട്ട് അതിന്റെ അകത്തിന് നൂല് ബാക്കി ഉണ്ടാവില്ല. അത്രത്തോളം അതിൻ്റെ അകത്ത് തുന്നിയിട്ടുണ്ടാവും. ഭർത്താവ് വന്നിട്ട്, രാവിന നമുക്ക് നിസ്കാര കുപ്പായൊന്നും മാറ്റല്ലേ, ഇനി ഒരു 10 കൊല്ലം കൂടി ഓടും മച്ചാന്ന് പറയുന്ന ചില ഉമ്മമാര്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാര കുപ്പായം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ അലക്കാൻ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഭാര്യമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, കുടുംബക്കാര് എത്ര പേരുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ നിസ്കാര കുപ്പായം ഒരു ഹാങ്കറിൽ ഒരു കൊളുത്തിൽ തൂക്കിയിടുന്ന എത്ര ഉമ്മമാര് നമ്മുടെ വീട്ടിലുണ്ട്? ഇന്ന് മിക്ക ഉമ്മമാരും ചെയ്യണ പരിപാടി എന്താ, നിസ്കാരം കഴിഞ്ഞിട്ട് ഈ മക്കനൊരു വലിച്ചൊരു ഉരലുണ്ട്, പിന്നെ ഈ നീളക്കുപ്പായം വലിച്ചൂരും, ഈ മുണ്ടും വലിച്ചൂരിട്ട് എന്ത് ചെയ്യും, ഈ പൊറോട്ടയുടെ മൈദ കുഴക്കണത് പോലെ ഒരു കുഴക്കലുണ്ട്, എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും, ഒരു കുഴക്കലുണ്ട്. ഇത് കുഴച്ചിട്ട് നേരെ എന്ത് ചെയ്യും, ഒരു പായ ഉണ്ടാവും. എല്ലാ ഉമ്മമാർക്കും ഒരു നിസ്കാരപ്പായ ഉണ്ടാവും. അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ചിക്കൻ റോള് ചുരുട്ടണത് പോലെ ചുരുട്ടുണ്ട് താത്താമാര്. അല്ല, ഇങ്ങനെ ചുരുട്ടും ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവൻ അങ്ങനെ ഈ ആലപ്പുഴ ഭാഗത്ത്, തിരുവനന്തപുരം ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഈ സമ്പൂസയുടെ ഇടയിൽ ഒരു കട്ടിയുള്ള മടക്കുണ്ട്, ഇവിടെ ഉണ്ടാവും. ഈ മടക്കണത് പോലെ ഇത് മടക്കി തിരികെ ഏറ്റവും കൂടുതൽ മാറാലയും പഴുതാരയും പല്ലിയും പല്ലിക്കാട്ടൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ട് നിസ്കാര കുപ്പായം വെച്ചിട്ട് ഉപയോഗിക്കുന്ന ചില താത്തമാർ. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഇരിക്കുമാർ. അവിടെ പാടില്ല. ആ നിസ്കാര കുപ്പായം വൃത്തിയും ശുദ്ധിയോടെ എന്റെ പ്രിയപ്പെട്ടവർ ഉപയോഗിക്കാൻ കഴിയണം. ആരാണോ ആ നിസ്കാരം ഇഖ്ലാസോടെ നിസ്കരിക്കണവരാരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ,